അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നല്ലൊരു അടിപൊളി കടലക്കറി റെസിപ്പി ആയിട്ട് വന്നിന്. അപ്പോൾ ഈ കടലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് വേണ്ടി ഞാൻ വൈറ്റ് കടലനെ അവിടെ വേവിച്ച് വെച്ചിന്. വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് വെച്ചതിന് ഞാൻ ഇനിതാ ഞാൻ കുറച്ച് ജീരക, ഒരു അൽത്തരി, 4 പെപ്പർ, പിന്നെ കെത്ത ലവങ്ക, അതിൻ്റെ എല്ലാം എടുത്തിന് അതിനൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ നമുക്ക്. അപ്പോൾ ഇതാ ഇത് ചൂടായിനി. ഇനി മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചിട്ടെടുത്ത് ഇത്ര പൊടിഞ്ഞങ്ങ് മതിയാവും. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം വെച്ചിന് ഗ്യാസിൽ. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഞാൻ ഒരു കായ്മുളകും കീറ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി അതിൽ തന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് അതിൻ്റെ പച്ച സ്മെല്ല് പോകത്തോളം നമുക്ക് ഫ്രൈ ആക്കാം. അതിലേക്ക് ഇപ്പോൾ 2 ഓണിയൻ എടുത്തിന് ഞാൻ. അത് പേസ്റ്റാക്കി വെച്ചിന് മിക്സിയിലടിച്ചിട്ട്. അപ്പോൾ അതിനെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കുന്നു. പിന്നെ ഇതാ 2 ടൊമാറ്റോ ഞാൻ പേസ്റ്റാക്കി വെച്ചിന്. അപ്പോൾ അതിനും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കുന്നു. ഇനിയിലേക്ക് ഞാനിതാ കശ്മീരി ചില്ലി പൗഡർ എടുത്തിന് അതിനിട്ട് കൊടുക്കുന്നു. പിന്നെ കോരിയാണ്ടർ പൗഡർ എടുത്ത് കൊടുക്കുന്നു. പിന്നെ ഗരം മസാല, ടർമറിക് പൗഡർ, സോൾട്ട് ഇതിട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കാം. ആ പൊടിൻ്റെ പച്ച സ്മെല്ലെല്ലാം പോകത്തോളം നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് പച്ച സ്മെല്ലെല്ലാം പോയി. ഇനിയിപ്പോൾ ഒരു കപ്പ് തണ്ണി വീത്തി കൊടുക്കുക. അങ്ങനെ അതാ പൈപ്പ് നല്ലോണം മിക്സ് ആയിട്ടായാലും പിന്നെ നമുക്ക് ഈ കടല ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഇനിതാ ഞാൻ ഫസ്റ്റ് പൊടിച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല സ്മെല്ല് വരും ഈ മസാല ഇട്ടിട്ടാകുമ്പോൾ. അപ്പോൾ ഇതാ ഇതിലേക്ക് കൊത്തമ്പാരി ചുവപ്പ് ഞാൻ ഇട്ട് കൊടുത്തെങ്കിൽ നമ്മൾ ഈ കടലക്കറി ഇവിടെ റെഡിയായിന്. അപ്പത്തിൻ്റെ കൊത്ത, പൊറോട്ട, ഈ ചപ്പാത്തി, പത്തിരി എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ കടലക്കറി റെഡി. നിങ്ങൾ ഒരിക്കൽ ട്രൈ ആക്കി.
അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കടലക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി സബ്സ്ക്രൈബാക്കി കമൻറ്റാക്കി ബൈ.